അടുത്ത കാലത്തായി വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പല തരത്തിലുള്ള പരാമർശങ്ങളും നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിദ്വേഷ പരാമർശവുമായി അദ്ദേഹം വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്നാൽ മുസ്ലിം കൂട്ടായ്മ എന്നാണെന്നും ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും ഇതര മതസ്ഥർ ഇല്ല എന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗും താനും ഒരിക്കൽ അണ്ണനും തമ്പിയുമായിരുന്നു. സാമുദായിക സംവരണം വേണമെന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ഡൽഹിയിലടക്കം സമരം ചെയ്തു. ലക്ഷങ്ങൾ ചെലവാക്കി. അവർ അവരുടെ കാര്യം സാധിച്ചു. അവരുടെ കാര്യം നേടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒഴിവാക്കി. ഇതാണോ ഒന്നിച്ച് സമരം ചെയ്യുന്നവർ ചെയ്യേണ്ടത് എന്നുമൊക്കെ അദ്ദേഹം ചോദിക്കുകയാണ്. UDF ഭരണത്തിൽ വന്നാൽ വിദ്യാഭ്യാസ സംവരണം നേടിത്തരാം എന്ന് പറഞ്ഞു. ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം പോലും പിന്നീട് ഇവർ നടിച്ചില്ല. മലപ്പുറത്ത് ലീഗിന് മാത്രം 17 കോളേജുകളുണ്ട്. പേര് തന്നെ മുസ്ലിം ലീഗ് എന്നാണ്. അതിൻ്റെ അർത്ഥം മുസ്ലിം കൂട്ടായ്മ എന്നാണ്. ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും ഇതര മതസ്ഥരില്ല. സമുദായത്തിൻ്റെ ദുഃഖമാണ് പറയുന്നത്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കരഞ്ഞതുകൊണ്ട് പ്രാധാന്യം കിട്ടി. നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടണം. LDF ഗവൺമെൻറ് ആയതുകൊണ്ടാണ് സാമൂഹിക പെൻഷൻ വിതരണം ചെയ്തിട്ടുള്ളത്. അത് അടിസ്ഥാന വർഗത്തിന് ലഭിക്കുന്ന ആനുകൂല്യമാണെന്നുമൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ പ്രസ്താവനയിൽ തൻ്റെ പരാമർശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെയും മുസ്ലിങ്ങൾക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശങ്ങൾ പല തവണ കേരളം കേട്ടിട്ടുണ്ട്. LDFും UDFും മുസ്ലിം സമുദായത്തിന് മുൻഗണന നൽകുന്നു എന്നും കേരളം ഉടൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്നുമൊക്കെ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈഴവർ വോട്ടുകുത്തി യന്ത്രങ്ങളായി മാത്രം മാറുകയാണ് എന്നും എന്നാൽ മുസ്ലിങ്ങൾ കുറഞ്ഞ വർഷം കൊണ്ട് അധികാരത്തിൽ വന്നെന്നും വെള്ളാപ്പള്ളി നേരത്തെ പറഞ്ഞിരുന്നു. ഉള്ളത് വിറ്റുകളയുന്ന ദുരവസ്ഥയിലാണ് ഈഴവ സമുദായം. ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും അവസരവാദ രാഷ്ട്രീയവുമാണ് ഉള്ളത്. ഈഴവ സമുദായം തഴയപ്പെടുന്നു. ഈഴവ സമുദായത്തിൻ്റെ കണ്ണീരൊപ്പാൻ ഒരു സോദരനെയും കാണുന്നില്ല. ചെത്തുകാരൻ്റെ പണം കൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെ വളർന്നു വന്നിട്ടുള്ളത്. കോൺഗ്രസിൽ ഒരു ഈഴവ MLA മാത്രമാണുള്ളത്. ആദർശ രാഷ്ട്രീയം മരിച്ചു പോയിട്ടുണ്ട്. അതിനായി നിലകൊള്ളുമ്പോൾ തഴയപ്പെട്ടത് ഈഴവരാണ്. വോട്ട് ബാങ്കുള്ള സമുദായത്തെ പിന്തുണക്കാനും സ്ഥാനാർത്ഥിയാക്കാനും ഇവിടെ ആളുണ്ട് എന്നുമൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. മുസ്ലിം ലീഗാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലും അവർ തന്നെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. മലബാറിന് പുറത്ത് തിരുക്കൊച്ചിയിലും അവർ സീറ്റ് ചോദിക്കും. അവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രി പദമാണ്. ഇങ്ങനെ പോയാൽ അച്യുതാനന്ദൻ പറഞ്ഞ പോലെ കേരളം മുസ്ലിം ഭൂരിപക്ഷമുള്ള നാടായി മാറുമെന്നും വെള്ളാപ്പള്ളി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം തന്നെ ഉയർന്നിരുന്നു. ഇതിന് ശേഷമാണ് വെള്ളാപ്പള്ളിക്കാര് മൂക്ക് കയറിടും എന്നൊക്കെ പല തരത്തിലുള്ള വിമർശനങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിനെല്ലാം വകവെക്കാതെയാണ് അദ്ദേഹം വീണ്ടും പലതരത്തിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ ലീഗിനെതിരെ രാഷ്ട്രീയമായ ഒരു കടന്നാക്രമണം കൂടി ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നു.